സ്കൂൾ മുറ്റം കളറാക്കി ചേർത്തല VNSS ട്രസ്റ്റ് സ്കൂളിലെ കുരുന്നുകൾ. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പൂക്കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. സ്കൂൾ മുറ്റം നിറയെ ബന്ധിച്ചെടികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഓണവിപണി ലക്ഷ്യമാക്കി ജൈവരീതികൾ അവലംബിച്ചായിരുന്നു പൂക്കൃഷി. ചെടികളുടെ പരിപാലനവും സംരക്ഷണവുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തത്. പഠന തിരക്കിനിടയിൽ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനുള്ള വേദിയായി പൂന്തോട്ടം മാറിയതായി പ്രിൻസിപ്പൽ സൂസൻ തോമസ് പറഞ്ഞു. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് PTയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആരംഭിച്ച ഒരു ബന്ദി പൂന്തോട്ടമാണ് ഇന്നിവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളത് ഓണത്തിന് പൂക്കളമിടാനായിട്ടാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പൂക്കളമിടുന്ന സമയമായപ്പം മുഴുവൻ വിരിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സ്കൂൾ അവധി കഴിഞ്ഞ് തുറന്നു വന്നപ്പോൾ നിറയെ പൂക്കളമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ താലോലിച്ച് വളർത്തിയ ഈ പൂന്തോട്ടത്തിലെ പൂ ഇനി ഞങ്ങൾ ഇറുത്തെടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം 1100ഓളം കുട്ടികളും 90 മേൽ സ്റ്റാഫുള്ള ഈ സ്കൂളിൽ എല്ലാവർക്കും രാവിലെ കയറി വരുമ്പം ഒരു ജോയ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു പൂന്തോട്ടം കൊടുക്കുന്നത്. പച്ചയും ഓറഞ്ചും മഞ്ഞയും എല്ലാ കളേഴ്സൊക്കെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ കുട്ടികൾക്കും സ്റ്റാഫിനും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിവിടെ കണ്ടു കാണുമല്ലോ. ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും വന്ന് അതിൻ്റെ പൂക്കളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷം കാഴ്ച കണ്ടിട്ട് ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇമോഷണൽ വെൽനെസ്സിന് അത് ആവശ്യമാണ്. അതുകൂടാതെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ചെയ്തതാണ്. PTയും സ്റ്റാഫും എൻവയറൻമെൻറ്റ് ക്ലബ്ബും. അപ്പോൾ കുട്ടികൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഞങ്ങളുടെ ഒരു പൂന്തോട്ടം ഞങ്ങൾ പരിപാലിക്കണം. അതുകൂടാതെ പ്രകൃതി സ്നേഹം, നേച്ചറിനോടുള്ളൊരു സ്നേഹം നമ്മൾ ഈ എൻവയറൻമെൻറ്റ് ക്ലബ്ബിലെ ആക്ടിവിറ്റീസിലൂടെ കൾട്ടിവേറ്റ് ചെയ്യുക. പൂക്കൃഷി വിജയം കണ്ടതോടെ അടുത്തതായി സൂര്യകാന്തി തോട്ടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. നല്ല